പപ്പ മമ്മിയുടെയിലുള്ള എന്ത് പ്രത്യേകതയാണ് പപ്പയെ വീഴ്ത്താൻ കാരണം? മമ്മി പെണ്ണായിരുന്നു. അപ്പൊ മമ്മി ആണായിരുന്നെങ്കില? ഇല്ല, ഞാൻ ഗേ അല്ലല്ല. മമ്മ ശരിയല്ല. എപ്പോഴാണ് അന്നൊക്കെ അച്ചു ഞാനേ എത്ര വയസ്സെന്നറിയാം എനിക്ക് 16 വയസ്സാണുള്ളത്. ഒരു മനുഷ്യന്റെ അടുത്തും മിണ്ടാൻ സമ്മതിക്കൂല, ആരുടെ അടുത്തും മിണ്ടയും ഇല്ല. പപ്പയെ കാണും, പപ്പ അടുത്ത് സംസാരിക്കാറുള്ള ഒരു പൊട്ടി പെണ്ണാണ്. പൊട്ടി പെണ്ണാണ് എന്റെ പൊട്ട മനസ്സ് തോന്നിയൊരു പൊട്ടത്തരം. അങ്ങനെയായിരുന്നു കാര്യങ്ങളുടെ കിടപ്പ്. അല്ല, അപ്പുറത്തുനിന്ന് ഏത് പാട്ടായിരുന്നു അന്ന്? പക്ഷെ നിങ്ങളൊന്നും എന്നെ പോലെയൊന്നും അല്ല അച്ചു. നിങ്ങൾക്കൊക്കെ സ്വപ്നങ്ങളുണ്ട്, ആരാവണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ പഠിച്ച ആരാവും എന്നൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് നടക്കുന്നവരത്തെ അവനും ഒന്നുമില്ല. അച്ചു അവസാനം എന്തൊരു പറയുമ്പോ 18 വയസ്സ് തികയുമ്പോഴത്തേക്കും വന്നിട്ട് പറയും കല്യാണം കഴിക്കണമെന്ന്. അതായിരിക്കും അവസരം. ഞാൻ ഒരാളെ നോക്കി വെച്ചിട്ടുണ്ടോന്ന് തന്നെ. അച്ചു വരുമോ അങ്ങനെ? അങ്ങനെയൊന്നും ഇല്ല. അത് കുറേം കൂടെയൊക്കെ കഴിയണം അച്ചു. ഒത്തിരി കൂടെയൊക്കെ ആവുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അതൊന്നും അറിഞ്ഞൂടാ, കൊറേ കൂടെ വലുതാവണം. എനിക്ക് ഏത് ജോലി വേണമെന്ന് ഇതുവരെ അറിഞ്ഞൂടാ. രണ്ട് രീതിയുണ്ട്. ഞാൻ ജോലി താല്പര്യം ഉണ്ടല്ലോ. താല്പര്യം ഇപ്പോഴും മാറും. ഇപ്പോൾ ഉള്ള താല്പര്യം അല്ലല്ലോ അതിന്. നിങ്ങളൊരു 10 കഴിയുമ്പോഴേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു, അതും ഉറപ്പൊന്നും അല്ല, മനസ്സിലായില്ലേ? ചിലപ്പോ നമ്മള് പഠിക്കുന്നതിൽ തന്നെ നമ്മള് ചെയ്യണമെന്നുമില്ല, പഠിക്കുക. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് 10 കഴിയുമ്പം ജോലിയുടെ ലക്ഷ്യമല്ല നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള വിഷയം കിട്ടും. അപ്പൊ പിന്നെയും പഠിക്കും. എന്നിട്ട് അതിലും പഠിച്ചു പോകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയൊക്കെ മനസ്സിൽ വരുന്നത്. അല്ലാതെ ഇപ്പോഴൊന്നും വരെയൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ മിനിറ്റ് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ കുറച്ച് ചെറുതിലും ബേക്കറിയിൽ ജോലിക്കാരായ കൊള്ളാൻ തോന്നുന്നു. ഒരു സ്വപ്നവും ഇല്ലാതെ ഒരു സ്വപ്നം കണ്ടുറങ്ങുന്നു. ഉറങ്ങിയുണ്ടേ അടുക്കും ചിട്ടയുണ്ട്. പാവ അവ ഉള്ളതുകൊണ്ടാണ് ഒത്തിരി അനക്കം ഉള്ളത് നമ്മളെ വീട്ടില്. മഴക്കാളി മമ്മി ചോദിച്ച് എന്ത് വലിയ ഇതൊന്നും ഇല്ലെന്ന്, വല്ല കുത്തിത്തിരിപ്പ് വല്ലതും വരേണ്ടതാണെന്ന്. അങ്ങനല്ലേ സബി, നമ്മൾ ഈ കാണാത്തെ അത് സന്തോഷത്തോടെ നമ്മൾ സംസാരിക്കുന്നുണ്ടെന്നറിയാം. നമ്മള് പരസ്പരം കാര്യങ്ങളൊക്കെ പറയുന്നു, സമാധാനം. എന്താണെന്നറിയാം? എന്തുകൊണ്ടാണ്? നിന്റെ ഇളയ മോയില്ലേ, അതുകൊണ്ടാണ്. അവ ഉണർന്നിരിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്ര സന്തോഷമായിട്ട്. മാസ്റ്റർ പീസ് സീരിയസിനകത്തെ നമ്മളിപ്പോ സമാധാന കാര്യം നിങ്ങളെ തള്ള ഇപ്പൊ കിടന്ന് പറയാണ്. ഞാൻ വിചാരിച്ചേ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം എനിക്ക് പറഞ്ഞു തരാൻ പോവേണെന്ന്. പാവട്ടാ എന്റെ കൊച്ച്, പാവം. അവനിങ്ങനെ അവന്റെ പ്രത്യേക ക്യാരക്ടറാണ്. എന്താണ് പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടാ, പണ്ട് ഞാൻ ഇതേപോലെ എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ചുമ്മാ കണ്ണടച്ച് കിടക്കുമായിരുന്നു. അത് കണക്ക് ഇവനും ചിലപ്പോ അങ്ങനെ കിടക്കണമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മളൊന്നും പറയാത്തത് നല്ലത്. നമ്മളൊരു യാത്രയിലാണ്. നീ വെറും പൊട്ടിയായിരുന്നില്ല. സോറി ഗൈസ്, സൈക്കോ പൊട്ടിയായിരുന്നു. ചില നഗ്ന സത്യങ്ങൾ വെളിയിൽ പറഞ്ഞു, ഇവരത് തിരിച്ചറിഞ്ഞു, എന്റെ കള്ളത്തരങ്ങൾ പൊക്കി. സൈക്കോ ആയിരുന്നെന്ന് കാര്യം കണ്ടളീതോ அப்படி நாரசித்தை உன்னை அப்படி நாரசித்தை. அப்ப குறுக்கு சிரித்தவளை குறுக்கு சிரித்தவள் மொழியே உப்பு கருவாடு ஊற வச்ச சோறு, உப்பு கருவாடு ஊற வச்ச சோறு, ஊட்டி விட நீ போதும் எனக்கு.
ഓ തേൻമൊഴിയേ ഓ തേൻമൊഴിയേ ഓ ലേ 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 തേൻമൊഴിയേ ഓ ലേ 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 ലേ. അതല്ലേ? குறவ மீது குதிக்கிற ஆட்டுக்குள்ள கோட முழுக்கும் என் கூட சகதி கூத்து அழுதை தை 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 தை. லே 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 லே. ஆடை என்பது பொய், அது கொண்ட நெய் மேலே வாழ இலைய இருந்தால் வை 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 ஆசை பாரு ഒരു സമയം അറിയാം ഞാൻ മറ്റേ ഹമ്മിങ് എടുത്താണ് കേട്ടോ മറ്റേ ഹരിമുരളീരവത്തിന്റെ അങ്ങനെ എന്തൊക്കെയാണ്. അപ്പൊ ശരി, പോയതാണ് കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ ബൈ.